നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. MP അവിടെ വിട്ടിരിക്കണേ. ശരി ശരി വണ്ടി പോവാം. ഷാഫി പറമ്പിലിനെ ഇന്ന് കല്ലെറിഞ്ഞവർ, കമൻറ്റിലൂടെ ഇന്ന് കല്ലെറിഞ്ഞവർ ഇന്ന് കാണാതെ പോയൊരു കാര്യമുണ്ട്. ആ കാണാതെ പോയവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇന്ന് ഷാഫി പറമ്പിലിനെ കല്ലെറിഞ്ഞപ്പോഴത്തേക്ക് ഷാഫി പറമ്പിൽ ചെയ്ത ഒരു മനുഷ്യത്വത്തിൻ്റെ വീഡിയോ നിങ്ങൾ ആരും കണ്ടു കാണത്തില്ല. ഞാൻ ഇവിടെ വെച്ച് തരാം. ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടു കാണും, ചിലപ്പോൾ ഈ കല്ലെറിഞ്ഞ ആളുകൾ കണ്ടു കാണത്തില്ല. അവർ ഈ വീഡിയോ കാണണം. നിങ്ങളൊരു മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഷാഫി പറമ്പിലിനെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഷാഫി പറമ്പിൽ ഇന്ന് ചെയ്ത ഈ ഒരു നല്ലൊരു പ്രവൃത്തി സപ്പോർട്ട് ചെയ്യുന്നെന്ന് അറിയാനാണ്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ഇന്ന് വയനാട്ടിൽ ഷാഫി പറമ്പിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് സന്ദർശിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. കാരണം ഇപ്പോഴും അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇന്നും കനത്ത ശക്തമായിട്ടുള്ള മഴയിൽ അവിടെ ഇന്നും മണ്ണിടിഞ്ഞ് ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ പുള്ളിക്ക് വേണമെങ്കിൽ ആ യാത്ര ഒഴിവാക്കാം. പക്ഷേ ഇന്ന് പുള്ളി അവിടെ എത്തിയതും പുള്ളിയുടെ ഓരോ വീഡിയോസ് ഇങ്ങനെ ന്യൂസുകാരിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് കണ്ട കുറേ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകൾ ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. ഇവിടെ ഞാൻ സൈഡിലൊന്ന് വയ്ക്കാം. ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. വൃത്തികെട്ട രീതിയിൽ എഴുതി വയ്ക്കുന്ന കമൻറ്റുകൾ ഒരുപാടുണ്ട്. ഷോഫി എത്തിയല്ലോ, ഷോഫിയുടെ പട്ടി ഷോ കാണിക്കാൻ, ഇനി ഇവിടുന്നും കൈയിട്ട് വരാനായിരിക്കും, ഇവ വെറും ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു മോശകരമായിട്ടുള്ള കമൻറ്റുകളാണ്. പക്ഷെ അങ്ങനെ കമൻ്റ് ഇട്ട ആളുകൾ, നിങ്ങൾ ഒരു വീഡിയോ കാണാതെ പോയി. ഒരു വീഡിയോ നിങ്ങളൊരു മനുഷ്യരാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടേനെ. ഈ ഷാഫി പറമ്പിൽ അവിടെ എത്തുന്ന സമയത്ത് അവിടെ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോലീസ് ഒരു മനുഷ്യനെയും ഒരു വണ്ടിയെയും വണ്ടികളെയൊന്നും കടത്തിവിടുന്നില്ല. കാരണം വണ്ടികളൊക്കെ കൂടുതൽ അതിലൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വണ്ടികളൊന്നും കടത്തിവിടാഞ്ഞ. പക്ഷേ ഒരു ഫാമിലി 2 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് ഈ ദുരന്തം ഉണ്ടായതിന് തൊട്ട് അപ്പുറത്തെ സൈഡിലാണ്. അവർക്ക് വീട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവർക്ക് അവിടെ ഒരു റൂം എടുത്ത് അവിടെ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് വീട്ടിലെത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇവരവിടെ എത്തുന്ന സമയത്ത് അവരെ കടത്തി വിടത്തില്ല. അത് ഓർഡറാണ്, പോലീസന്മാരെ ഓർഡറാണ്. അവിടോട്ട് കടത്തി വിടത്തില്ല. അപ്പം കറക്റ്റ് ആ സമയത്താണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശനത്തിനെത്തുന്നത്. അപ്പം അങ്ങനെ അത് കാണുന്ന ഷാഫി പറമ്പിൽ അവരോട് കാര്യങ്ങൾ തിരക്കുന്നു. എന്താണ് വിഷയമെന്ന് തിരക്കുമ്പോഴത്തേക്ക് പുള്ളി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഷാഫി പറമ്പിൽ ആരെയോ അവിടെ നിന്ന് ഫോൺ, ആരെയാണെന്ന് വ്യക്തമാകുന്നില്ല, എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ആളെ തന്നെയാണ്. സ്പോട്ടിൽ പുള്ളി വിളിച്ചു പറയുന്നു. ആ സ്പോട്ടിൽ തന്നെ അവരെ കടത്തിവിടുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഫാദറാന്ന് തോന്നുന്നു. പുള്ളി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അവിടെ നിന്ന് മീഡിയാസിനോടാണ് പറഞ്ഞത്. ഇത് ഷാഫി പറമ്പിലിന് മാത്രമല്ലായിരുന്നു ഇത് ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത്. അവിടെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പോലീസുകൾക്ക്, മനുഷ്യത്വമുള്ള ആളുകൾക്ക്, മീഡിയക്കാർക്ക് എല്ലാവർക്കും ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു വിടായിരുന്നു. പക്ഷേ ഇവിടെ ഷാഫി പറമ്പിൽ വരേണ്ട വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുരുപൊട്ടി കമൻ്റ് ഇടുന്ന ആളുകൾ. ഇന്ന് ഷാഫി അവിടെ എത്തിയതും കണ്ടതും ഷാഫിയെ കാണുമ്പോഴത്തേക്ക് കുരുപൊട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ടല്ലോ. അത് നിങ്ങൾ കാണാതെ പോലെ. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാവരും കടത്തി വിട്ട് വരെ. ഇപ്പോൾ CM വരുന്നുണ്ടാണ് ഇവർ ബ്ലോക്ക്. കാരണം അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ.
ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി കുട്ടികളെ കരയാൻ തുടങ്ങിയായിരുന്നു. എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. ഇത് നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടെ പൈസ റൂം എടുത്തിട്ടാണ്. ഹലോ, എവിടെയാ? ഒന്ന് പിന്നെ ഒന്ന് ഫോൺ കൊടുത്തു. ഹലോ, ആ ഷാഫി, ഞാൻ അവിടെ ഈ പോളിടെക്നിക്കിന് മുമ്പിൽ എത്തി. ഇവിടെ കിടക്കുന്ന തേങ്ങാപ്പാടി. അപ്പം ഇവിടെ ഒരു ആളുടെ പേരക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് കൂടെ ചുരക്കാരക്കാരനാണ്. അയാളുടെ ഇതൊക്കെ ഉണ്ട്, ID ആധാരമൊക്കെ. അത് 60 ദിവസമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കുട്ടിയെയും കൊണ്ട് ഇന്നലെ പിന്നെ ഇവിടെ ഹോട്ടലെടുത്ത് ഇന്നും ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്പെഷ്യൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. സ്പെഷ്യൽ ഇവിടെ ഈ പോണ റൂട്ടിലാണ്. അതൊന്നിപ്പോൾ അവരിവിടെ അതല്ല, നിങ്ങളെ വീട് അവിടുന്ന് വീട്ടിൽ നിന്ന് മാറാൻ അല്ലല്ല, ഞാൻ വീട്ടുകാർ കാടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ റൂം എടുത്ത്. അപ്പം അതൊന്നും ഇവിടെ ആർക്കാഴ്ച അതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. കാരണം ഇവിടെ വീടുള്ളവർക്ക് ഇവർക്ക് പോകാൻ അനുമതി, ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള അതപ്പോൾ ആരോടാ അത് പറയാ? അല്ല, അതല്ല, ഇവിടെ അത് തടുത്ത് വെച്ചിരിക്കുക. പിന്നെ പോളിടെക്നിക്കിൻ്റെ മുമ്പ് പോലീസ് റോഡ് വെച്ച് തടുത്തിരിക്കുകയാണ്. ആളുടെ പേര്, കുട്ടിയുടെ പാപ്പൻ്റെ പേര് ജലീൽ. ആ വണ്ടി നമ്പർ KL 13 Y 1010. ആ കേട്ടോ. ആ ഹലോ, നിങ്ങളുടെ നമ്പർ 99 47 15 59 42. കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ജീവിത അനുഭവത്തിൽ വരണത് അപ്പോഴെങ്കിലും അറിയുള്ളൂ കേട്ടോ. എനിക്ക് അവിടെ വിട്ടിങ്ങനെ ശരി വണ്ടി പോവാം. കണ്ടല്ലോ, ഷാഫി പറമ്പിൽ ഇടപെട്ട് അപ്പം തന്നെ അതിനൊരു പരിഹാരമുണ്ടാകും. തൊട്ടപ്പുറത്താണ്, പാലം കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നൊരു ഫാമിലിയാണ്. പക്ഷെ 2 മാസം 60 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞുമായിട്ട് എത്രയെന്നും പറഞ്ഞ് അവരെ കൂടെ കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് വീട്ടിൽ പോയിട്ട് ചിലപ്പം ഇത്, ഞാൻ അതാണ് പറഞ്ഞത്, ഇത് ഏതൊരു മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഇത് കൈയടിച്ചു പോകും കേട്ടോ. കാരണം അത്രയ്ക്കും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണ്. അത്രയും അവിടുത്തെ ഈ ഇപ്പം ഇത് വയനാട്ടിലെ അവിടുത്തെ സ്ഥലം വാർഡ് മെമ്പറും അല്ലെങ്കിൽ അവിടുത്തെ വേണ്ടപ്പെട്ട ആളുകൾ പോലും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നതും അതിലിടപെടുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പോവാൻ ജസ്റ്റ് ഒന്ന് പോയാൽ മതി, അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പം തന്നെ സ്പോട്ടിൽ ഫോൺ എടുത്ത് വിളിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഷാഫി പറമ്പിൽ എന്നൊരു വ്യക്തിയെ മനഃപൂർവ്വം, കാരണം UDFൻ്റെ ഇപ്പം നമുക്കറിയാം, UDFിൽ ഈ പറഞ്ഞ പോലെ ഷാഫി ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ്. എല്ലാ മണ്ഡലങ്ങളും ഓടി നടന്ന് പ്രചരണം നടത്തുന്ന ഒരു വ്യക്തി ഷാഫി പറമ്പിലായിരുന്നു. അപ്പോൾ അത്രയും എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യണം, മനഃപൂർവ്വം അയാളിലോട്ട് കുരുപൊട്ടി ഈ സൈബർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അയാൾ എത്ര തളർത്താൻ ശ്രമിച്ചാലും അയാൾ തളരത്തില്ല, അയാൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഒരു മുഖ്യമന്ത്രിയെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഷാഫി പറമ്പിൽ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചതിന് ശേഷം പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം.
അപ്പം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് രാവിലെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന് കണ്ടതിൽ ഏറ്റവും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം അത് കണ്ടിട്ടും നമ്മൾ ഈ ഒരു നല്ലൊരു കാര്യം കണ്ടിട്ടും നമ്മൾ അതിനെതിരെ സംസാരിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ അതിൻ്റെ അടിയിൽ കുറേ കുരുപൊട്ടൽ ടീംസ് ഇട്ടേക്കുന്ന കമൻറ്റ്, അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ നല്ലൊരു കാര്യം കൂടെ നിങ്ങൾ കാണണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിലും ചിലപ്പോൾ ഇതുപോലെ കുരുപൊട്ടുന്ന കമൻറ്റുകൾ ഇടുന്ന ആളുകൾ കാണും, ആ മൈൻഡുള്ള ആളുകൾ കാണും. ഷോഫി ഇത് ചെയ്യുന്നത് പട്ടിഷോയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അടിയിലും കമൻറ്റ്, അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റാണ്, പറഞ്ഞു വെച്ച സംഭവമാണെന്ന് കമൻറ്റ് ഇടുന്ന ആളുകളും ഉണ്ടായിരിക്കാം. പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റിൽ കാണാൻ പറ്റും. എന്തായാലും നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ നിങ്ങളെ വീട്ടിലും അവരവരുടെ കുടുംബത്തൊക്കെ സംഭവിക്കുമ്പം ഇങ്ങനെ ഈ പട്ടി ഷോയാണ്, പൂച്ച ഷോയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ട ആളുകൾ, നിങ്ങളാണ് അവിടെ നിൽക്കുന്ന ഒരു കൈക്കുഞ്ഞുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ നിങ്ങളെ വയ്യാത്ത ഒരാളുമായിട്ട് 2 ദിവസം നിങ്ങളാണ് മാറി നിൽക്കുന്നെങ്കിൽ, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങളിത് പറയുമോ? ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ആ വ്യക്തിയെ അഭിനന്ദിക്കത്തേ ഉള്ളൂ. പിന്നെ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ കുറ്റം പറയത്തില്ല. ഇനി ഞാൻ ഷാഫി പറമ്പിൽ പറയുന്ന ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ പറയുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ വെച്ച് തരാം, കണ്ടുപോകെ. പാടുകളുണ്ടായി, മൊത്തം ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ പിന്നെ സൈഡ് പ്രൊട്ടക്ഷൻ പല സോയിൽ നെയിലിംഗ് ചെയ്തെടുത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇനി സോയിൽ നെയിലിംഗ് വേണ്ടാന്ന് അവിടെ യോഗം കൂടി ഞങ്ങൾ തീരുമാനിച്ച് അവിടെ ജനങ്ങൾ സമരം നടത്തി. ഇപ്പം റീറ്റെയിനിങ് വാള്, സൈഡ് പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് ഉള്ള റീറ്റെയിനിങ് വാളാക്കി മാറ്റേണ്ടി വരും. അപ്പൊ ഇത്രയും വലിയ ഒരു സ്ഥലത്ത് അങ്ങനെ സോയിൽ നെയിലിംഗ് മതി എന്ന് തീരുമാനിച്ച് അത് അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസ് വരും. സർക്കാരിന്റെ എഞ്ചിനീയർ ആണ് അതിന്റെ സോയിൽ നെയിലിംഗ് തന്നെ അതിന്റെ ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തത് എന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട്. കാരണം അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ അതല്ലല്ലോ ഇപ്പൊ പറയേണ്ടത്. പറയേണ്ട ആള് ഞാനല്ല. അത് ടെക്നിക്കൽ ആയിട്ടുള്ള പരിശോധനകൾ നടക്കട്ടെ, അത് അപ്പോഴാണ് പറയുന്നത്. പക്ഷെ ദേശീയപാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് സോയിൽ നെയിലിംഗ് ചെയ്തൊക്കെ എവിടെയാണ് വടകര പ്രദേശത്ത് കണ്ടത്, അവിടെ അത് നിൽക്കുന്നില്ല. അവിടെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പൊ കുന്നൂർ മലയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴ്ത്ത് അതിന്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ കൂടെ ഇപ്പൊ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് ഇത്രയും വാടക കൊടുത്ത് അവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. മുക്കാളിയിൽ ഇത് മൊത്തം ഭിത്തി പോലെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു. അപ്പൊ സോയിൽ നെയിലിംഗ് എന്നുള്ളത് വടകരയുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതിന് നമുക്ക് ചേർന്നതായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തോന്നിയിട്ടില്ല. ഓക്കെ, ഷാഫി പറമ്പിൽ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ കമൻ്റ് ഇടുന്ന ആളുകൾ, കുരുപൊട്ടി കമൻ്റ് ഇടുന്ന ആളുകൾ, നിങ്ങൾ എത്ര പേര് ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്? കുരുപൊട്ടി കമൻ്റ് ഇടുന്ന ആളുകൾ, ഷോ കാണിക്കാനാണ് എത്തിയെന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴേ അറിയാവൂ അതിൻ്റെ ഭീകരത. കാരണം ഇന്നും ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ആ സ്ഥലത്ത് ഇപ്പോഴും ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കുറേശ്ശായിട്ട് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ഇത് ഡേഞ്ചറായിട്ടുള്ള, അത്രയും നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ധൈര്യത്തോടു കൂടി പോയി അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കി എല്ലാം മനസ്സിലാക്കി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ സന്ദർശിക്കാനും വേണം ഒരു മനുഷ്യത്വം, അല്ലേ? അവിടെ പോയി കാണാനും വേണം ഒരു മനുഷ്യത്വം. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവൂ. അല്ല ചുമ്മാ ഒരു മൊബൈലും പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കടത്തിണ്ണയിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വായി നോക്കിയിരുന്നുകൊണ്ട് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, ഷാഫി പറമ്പിലിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഇട്ടേക്കാന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് പോയി അവിടെ കാണണം, അവിടെ നിൽക്കണം. മുട്ടിടിക്കും, കിണുങ്ങാമണി വിറയ്ക്കും. കാരണം അങ്ങനെയാണോ നമ്മൾ ആ വീഡിയോ കണ്ടയാളല്ലേ, ആ വണ്ടി ഒരു ടാങ്കർ ലോറി വരെയാണ് അവിടുന്ന് തെറിച്ച് ആ മണ്ണ് അടിച്ചെടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അവിടുത്തെ ഭീകരത. ആ വീഡിയോ നമ്മൾ കണ്ടത് ജീവനം കൊണ്ട് ഓടുന്ന ആളുകളെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.